ഈ രണ്ട് കേസിനകത്തും ഡിലേഡ് ആയിട്ടുള്ള എഫ്ഐആർ ആണ്. ഒരു സംഭവം പ്രത്യേകിച്ച് റേപ്പ് പോലെയുള്ള വലിയ ഒഫൻസ് നടക്കുമ്പം അന്നേരം തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. SHO എന്ന് പറയുന്ന ആൾ, കേസിൻ്റെ എഫ്ഐആർ എടുക്കുന്ന ആൾ ചാടിക്കയറി എഫ്ഐആർ എടുക്കാൻ പാടില്ല. മുഖ്യമന്ത്രി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കേസ് എടുക്കാനുള്ള ഡയറക്ഷൻ വരുമെന്നറിയാം. അത് ഒരു ഇലക്ഷനെ കണക്കാക്കി തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയതാണ് ഞാൻ കരുതുന്നത്. കീഴടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഹൈക്കോടതി രണ്ടാമത്തെ കേസിനും ഹൈക്കോടതി പോവും. ഈ രണ്ട് കേസിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് വ്യത്യസ്തമായ രീതിയിലാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അത് നിലനിൽക്കില്ല എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അറസ്റ്റ് തടയാതിരിക്കാൻ കോടതിക്ക് കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ രണ്ടാമത്തെ കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഡിസംബർ 10 ഉത്തരവുണ്ടാകും. വിധി വരുന്നതുവരെ രാഹുലിനെതിരെ കടുത്ത നടപടികൾ പാടില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ രണ്ടാമത്തെ പീഡന കേസിൽ പരാതിക്കാരിയുടെ മൊഴിയെടുത്തിട്ടുണ്ട്. ഈ മൊഴി ഉൾപ്പെടെയുള്ള പോലീസ് റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം കിട്ടുമോ? റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ ഒപ്പമുണ്ട്. സാർ, രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ രണ്ടാമത്തെ കേസിലും അറസ്റ്റ് നടപടി കോടതി തൽക്കാലം തടഞ്ഞിരിക്കുകയാണ്. ഇത് രാഹുലിന് കേസിൽ എത്രത്തോളം ആശ്വാസമാകുന്നുണ്ട്? രണ്ടാമത്തെ കേസിനകത്ത് തടഞ്ഞു, ആദ്യത്തെ കേസിനകത്ത് തടഞ്ഞില്ല. അതിന് ഹൈക്കോടതി പോയി, ഹൈക്കോടതി അത് അറസ്റ്റ് തടയുകയും ചെയ്തു. രണ്ടാമത്തെ കേസിനകത്ത് ഏതായാലും കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. ഇനി അതിനും അറസ്റ്റ് തടഞ്ഞെങ്കിലും കോടതിയുടെ അടുത്ത നിഗമനം നാളെ ഉണ്ടാവും. അടുത്ത കോടതിയുടെ ഓർഡർ നാളെ ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പം ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഈ കോടതി തന്നെ അതിനൊരു പരിഹാരം മുൻകൂർ ജാമ്യം കൊടുത്താൽ അത് ഹൈക്കോടതിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. ആദ്യത്തെ കേസിനകത്ത് രണ്ടാമത്തെ കേസിനകത്തും കൺസെൻറ്റോട് കൂടിയുള്ള ഒരു റേപ്പാണ്. അപ്പോൾ 62 എന്നുള്ള BNS വകുപ്പ്, റേപ്പ് വകുപ്പ്, അത് നിലനിൽക്കത്തില്ല. വിത്ത് കൺസെൻ്റാണ്. പിന്നെ അതിനകത്തൊരു പ്രഗ്നൻസി ഉണ്ടായി, ഈ ആദ്യത്തെ കേസിനകത്ത് ഉണ്ടായി, അത് അബോർട്ട് ചെയ്യാൻ ശ്രമിച്ചു. അവിടെ വ്യത്യസ്തമായ രീതിയിലാണ് സെക്കൻഡ് കൗണ്ട്. ക്രിമിനൽ ഒരു ഇൻറ്റിമിഡേഷൻ അവിടെ ഉണ്ടായി, അവരെ മിസ്കാരിയേജ് ഉണ്ടായി. അത് രാഹുലാണ് അത് നടത്തിച്ചത് എന്ന് പറയുന്നുണ്ട്. അതിലേക്കൊക്കെ എവിഡൻസ് വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മിസ്കാരേജ് ആദ്യത്തേനകത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ DNA പരിശോധിക്കണം. പക്ഷേ ആ മെറ്റീരിയൽ, ആ ഫീച്ചേഴ്സ് ഇപ്പോൾ ഇല്ല. മിസ്കാരേജ് നടത്തി അത് അപ്രത്യക്ഷമായി. അപ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യത്തെ കേസിനകത്ത് ഒരു സേഫ് സ്റ്റാൻഡിലാണ് രാഹുൽ നിൽക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത്തെ കേസിനകത്ത് നാളെ അറിയാം അതിൻ്റെ അത് കൂടുതൽ വിവരങ്ങൾ. കാരണം രണ്ടാമത്തെ കേസിനകത്ത് അവർക്ക് ഗർഭം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതേ സമയത്ത് അവരെ പീഡിപ്പിച്ചു, അവരെ റേപ്പ് ചെയ്തു, അവരെ ദേഹത്ത് അവർ ഹീനമായ രീതിയിൽ ദേഹത്തെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു. ആ ഒരു ഭാഗം മാത്രമാണ് രണ്ടാമത്തെ കേസിൽ പ്രസക്തമായത്. കാരണം അതിനകത്ത് ഈ റേപ്പ് നിലനിൽക്കത്തില്ല, അത് കൺസെൻറ്റോടുകൂടിയുള്ള ഒരു സെക്ഷൽ ആക്ടിവിറ്റി ആയതുകൊണ്ട് രണ്ട് കേസിനകത്തും ആ സെക്ഷൻ 62 നിലനിൽക്കില്ല. അതേസമയത്ത് 89 മിസ്കാരേജ് ആദ്യത്തിനകത്ത് അത് സക്സസ്ഫുള്ളായിട്ട് അത് പ്രൂവ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മാത്രമേ വരാനൊക്കെ ഉള്ളൂ. രണ്ടാമത്തെ കേസിനകത്ത് നമുക്കറിയാം അതിനകത്ത് ഒരു പ്രഗ്നൻസിയുടെ പ്രശ്നമില്ല. പിന്നെ അവരെ ഉപദ്രവിച്ചത് മാത്രം ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, അല്ലെങ്കിൽ 323 IPC പ്രകാരം, അല്ലെങ്കിൽ കൈകൊണ്ടിരിക്കുകയോ കാലുകൊണ്ടിരിക്കുകയോ, അത് സെക്ഷലായിട്ടുള്ള ആക്ടിവിറ്റിയുടെ സമയത്താണ് ആ പരിക്ക് പറ്റിയത് എന്നുള്ളതാണെങ്കിൽ കൺസെൻറ്റോടു കൂടിയുള്ള ഒരു സെക്ഷനകത്ത് അങ്ങനെ പരിക്ക് പറ്റിയാൽ അതിനകത്തൊരു കോഗ്നിസൻസ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള വേറൊരു കാര്യം. അത് എടുക്കാൻ സാധിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയത്ത് സെക്ഷൽ ആക്ടിവിറ്റി ശേഷം അവരെ എന്തിനാണ് മർദ്ദിക്കുന്നത്? പക്ഷേ രണ്ട് കേസിനകത്തും ആ പെൺകുട്ടികൾ പറയുന്നത് തനിക്ക് ഒരു കൊച്ചിനെ വേണം, അതിനു വേണ്ടിയിട്ടാണ് താൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ കേസിനകത്ത് അങ്ങനെയാണ് ആ ആരോപണ വിധേയയായ അല്ലെങ്കിൽ ആരോപണം കൊണ്ടുവന്ന ലേഡി പറയുന്നത്, അതിജീവിത പറയുന്നത്. രണ്ടാമത്തെ കേസിലും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അതെന്താണ് രണ്ടിടത്തും ഇയാൾ പോകുന്നിടത്ത് ഇയാളുടെ കുട്ടിയെ വേണമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അങ്ങനെ ഒരാൾ ഇതുപോലെ ഒരു സ്ത്രീകളുമായിട്ട് ഒരു സെക്ഷൽ ഒരു ബന്ധത്തിന് പോകുമ്പം
കുട്ടി വേണമെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ആരും പറയുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അങ്ങനെ പോകുന്നവരെല്ലാം ഒരു പ്രഗ്നൻസി ഉണ്ടാകാതെ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനാണ് അവർ നോക്കുന്നത്. പക്ഷേ ഈ രണ്ട് കേസിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് വ്യത്യസ്തമായ രീതിയിലാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. സാധാരണഗതിയിൽ ആണുങ്ങൾ ഒരു പ്രഗ്നൻസി ഉണ്ടാക്കാതെ കാര്യം കഴിഞ്ഞ് ഓടി അണ്ടർഗ്രൗണ്ടിൽ പോകുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിയമവിരുദ്ധമായ ബന്ധങ്ങൾ വരുമ്പം കുട്ടികൾ ഉണ്ടാകാതിരിക്കാനാണ് കൂടുതൽ പ്രിക്കോഷൻ എടുക്കുന്നത്. രണ്ടു കൂട്ടരും അങ്ങനെയാണ് എടുക്കാറുള്ളത്. പക്ഷേ ഈ രണ്ട് സ്ഥലത്തും രണ്ട് സ്ത്രീകളും പറഞ്ഞിരിക്കുന്നത് ഒരു രാഹുൽ വന്നിട്ട് ഇവരുമായിട്ട് ബന്ധപ്പെടണം, രാഹുലിൻ്റെ ഒരു കുട്ടി അവരിൽ ഉണ്ടാകണം എന്ന് രണ്ട് സ്ഥലത്തും പറഞ്ഞതായിട്ടാണ്. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് ചെറുപ്പക്കാരെല്ലാം ശ്രദ്ധിക്കുന്നത്. ഇവിടെ വ്യത്യസ്തമായ രീതിയിൽ മൊഴി വന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. നിലവിൽ 2 കേസുകളുണ്ട് രാഹുലിനെതിരെ. രണ്ടും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയുള്ള കേസുകളാണ്. എന്ത് വാദം കണക്കിലെടുത്താകും ഇത്രമേൽ ഗൗരവമുള്ള കേസിൽ കോടതികൾ അറസ്റ്റ് തടഞ്ഞത്? അത് റേപ്പാണല്ലോ അതിനകത്ത് മുന്നിട്ട് നിൽക്കുന്ന. അത് നിലനിൽക്കില്ല എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അറസ്റ്റ് തടയാതിരിക്കാൻ കോടതിക്ക് കഴിയില്ല. കാരണം അത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥയിലും സുപ്രീം കോടതിയിലെ ധാരാളം റൂളിങ്സുകളെല്ലാം ഉണ്ട്. ഒരു കൺസെൻഷ്യൽ സെക്ഷൽ റിലേഷൻ ഒഫൻസ് അല്ല. അത് തന്നെയല്ല ഇപ്പം വ്യത്യസ്തമായ രീതിയിൽ പ്രായപൂർത്തിയായ ഒരു ആൺകുട്ടിയും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയും ഒന്നിച്ചൊരു മുറിയെടുത്ത് താമസിച്ചാൽ അതിനകത്ത് ഒഫൻസ് ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. രണ്ടുപേരും പ്രായപൂർത്തിയായ വിത്ത് കൺസെൻ്റാണ് അവർ ജീവിക്കുന്നതും സെക്ഷൽ ആക്ടിവിറ്റി നടത്തുന്നതും. അതൊരു ഇന്ത്യയിൽ ഒരു ഒഫൻസ് അല്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞു വച്ചിരിക്കുന്നത്. പല റീസെൻ്റ് ആയിട്ടുള്ള കേസുകളിലൊക്കെ അത് പറയുന്നുണ്ട്. അത് തന്നെയല്ല, ആൺകുട്ടികളുടെ കല്യാണം കഴിക്കാനുള്ള പ്രായപരിധി അത് 21 വയസ്സ് തന്നെയാണ്. 18 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒന്നിച്ച് ജീവിക്കുന്നതിന് തടസ്സമില്ല. വിവാഹം കഴിക്കണമെന്നെങ്കിൽ ആൺകുട്ടിക്ക് 21 വയസ്സ് കഴിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ 21 വയസ്സോ അതിൽ കൂടുതലോ ഉണ്ടാകണമെന്നാണ് ഇന്ത്യൻ നിയമങ്ങൾ പറയുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ പരാതിക്കാരിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴി റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നും ശാരീരികമായി പരിക്കേൽപ്പിച്ചുവെന്നും നിരന്തരം ശല്യം ചെയ്തു എന്നുമാണ് പരാതിക്കാരിയുടെ മൊഴി. ബുധനാഴ്ച ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഇത് രാഹുലിന് കുരുക്കാകാനുള്ള സാധ്യതയുണ്ടോ? അത് കുരുക്കാകാനുള്ള സാധ്യതയില്ല. കാരണം രാഹുൽ പീഡിപ്പിച്ചു, സെക്ഷൽ ആക്ടിവിറ്റി സമയത്ത് അവർ ധാരാളമായിട്ട് മർദ്ദിച്ചു, പീഡിപ്പിച്ചു എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളൊരു മെഡിക്കൽ എവിഡൻസ് വേണം. അതിന് മെഡിക്കൽ എവിഡൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഈ രണ്ട് കേസിനകത്തും ഡിലേഡ് ആയിട്ടുള്ള FIR ആണ്. ഒരു സംഭവം പ്രത്യേകിച്ച് റേപ്പ് പോലെയുള്ള വലിയ ഒഫൻസ് നടക്കുമ്പം അന്നേരം തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ പോലീസ് റിപ്പോർട്ട് ചെയ്തില്ല. അതിന് പകരം ഈ രണ്ട് കേസിനകത്ത് ഇപ്പം മുഖ്യമന്ത്രിയുടെ അവിടെ കൊടുത്തിട്ടാണ് കേസെടുക്കാൻ ഡയറക്ഷൻ വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കേസിനകത്തും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് വളരെ ഡിലേ ഉണ്ട്. അപ്പോൾ ആ ഡിലേ ഉണ്ടായാൽ SHO എന്ന് പറയുന്ന ആൾ, കേസിൻ്റെ FIR എടുക്കുന്ന ആൾ ചാടിക്കയറി FIR എടുക്കാൻ പാടില്ല, നിയമപരമായിട്ട് പാടില്ല. ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തണം. എന്താണ് ഈ താമസിച്ച് റിപ്പോർട്ട് ചെയ്യാൻ കാരണം? അത് റീസണബിളായിട്ട് അവർക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ താമസിച്ച് റിപ്പോർട്ട് ചെയ്ത് അത് വേറെ ആരെങ്കിലും പേരണ മുഖേനയാണോ ഇപ്പോഴീ കേസ് എടുക്കാനായിട്ട് നിർബന്ധിതയാകുന്നത് പോലീസ്, അല്ലെങ്കിൽ പോലീസിനെ നിർബന്ധിക്കുന്നത്? അങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ പ്രിലിമിനറി ആയിട്ട് പോലീസ് ഒന്ന് അന്വേഷിച്ച ശേഷമേ അതൊരു ട്രൂ കേസാണെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ കേസ് എടുക്കുകയുള്ളൂ. തെരഞ്ഞെടുപ്പ് അടുപ്പിച്ച് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് രാഷ്ട്രീയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാം എന്നൊരു ആസൂത്രണത്തിലായിരുന്നു പോലീസ് എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ കോടതി നിർദ്ദേശം സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഈ ഒരു രാഷ്ട്രീയ നീക്കത്തിനേറ്റ തിരിച്ചടിയായി വിലയിരുത്താൻ പറ്റുമോ? എന്തായാലും ഈ ഇലക്ഷൻ സമയത്താണ് ഈ ഒരു സംഗതി പൊങ്ങി വന്നത്. അതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഈ ബന്ധമുള്ള സംഗതികൾ അന്നു മുതലേ പ്രശ്നങ്ങളാണ് എന്ന് ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു ഇലക്ഷനിലെ രാഷ്ട്രീയപരമായ ഒരു തീരുമാനം തന്നെയാണ് ഇപ്പം. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി എടുത്തു പോയി നേരിട്ട് പരാതി കൊടുത്തിട്ട് കേസെടുക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വന്നവർ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര ഡിലേ വന്നുകൊണ്ട് അവർ ഒരു പ്രിലിമിനറി എൻക്വയറി പോലീസ് നടത്തി അതിനകത്ത് കഴമ്പുണ്ടോ എന്ന് നോക്കിയിട്ട് കേസെടുക്കുകയുള്ളൂ. മുഖ്യമന്ത്രി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കേസെടുക്കാനുള്ള ഡയറക്ഷൻ വരുമെന്നറിയാം. അത് ഒരു ഇലക്ഷനെ കണക്കാക്കി തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയതാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്തെ മുൻകൂർ ജാമ്യ ഹർജിയും
കോടതി തള്ളുന്ന സ്ഥിതി ഉണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാവി നീക്കം ഏത് രീതിയിലായിരിക്കും? കീഴടങ്ങാൻ സാധ്യതയുണ്ട്? അത് തള്ളുന്ന നീക്കമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഹൈക്കോടതിയിലെ ആദ്യത്തെ കേസ് പോയി കഴിഞ്ഞു. രണ്ടാമത്തെ കേസിനകത്ത് ഈ കോടതി അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ആ കേസ് ചാർജ് ഷീറ്റ് കൊടുക്കുന്നിടം വരെ അറസ്റ്റ് തടയാമല്ലോ. പോലീസിനാണ് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നതിനൊന്നും തടസ്സമില്ലല്ലോ. അപ്പോൾ അന്വേഷണം ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം പോലീസിന്. അതുകൊണ്ട് ഈ രണ്ട് കേസിനകത്തും ലോവർ കോടതിയിലെ ഒരു തീരുമാനം, ആദ്യത്തെ കേസിനകത്ത് ലോവർ കോടതിയിലെ തീരുമാനം കവച്ചു വെച്ചിട്ടാണ് ഹൈക്കോടതിയിൽ നിന്നൊരു തീരുമാനം രാഹുലിന് അനുകൂലമായിട്ട് വന്നത്. രണ്ടാമത്തെ കേസിനകത്തും ഇവിടെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. കോടതിക്ക് അത് വേണമെങ്കിൽ ആ കേസിൻ്റെ അന്വേഷണം, ആ പരാതി കൊടുക്കുമ്പോൾ വാദി രംഗത്തില്ല, വാദി ആരാന്നറിയില്ല എന്നൊക്കെ തന്നെയായിരുന്നു വാദഗതികൾ വന്നത്. ഇപ്പോൾ ഒരു വാദി രംഗത്ത് വന്നിട്ടുണ്ട് എങ്കിൽ അതൊരു ഡിലേയ്ഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് ആണ്. അതുകൊണ്ട് ജാമ്യം കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അന്വേഷണത്തിൽ സഹകരിക്കണം, ജാമ്യം കൊടുക്കുന്നതിന് തടസ്സമില്ല, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ, അറസ്റ്റ് ചെയ്താൽ കോടതിയിൽ ഹാജരാക്കണ്ട, അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് ജാമ്യത്തിൽ വിടണം എന്നുള്ളൊരു ഡയറക്ഷൻ ആയിരിക്കാം കോടതി ഇനി കൊടുക്കാൻ പോകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങുകയോ അറസ്റ്റിലാകുകയോ ചെയ്താൽ പിന്നീട് ഈ കേസിന്റെ മുന്നോട്ട് പോക്ക് ഏത് രീതിയിലായിരിക്കും? അത് കീഴടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഹൈക്കോടതി രണ്ടാമത്തെ കേസിനും ഹൈക്കോടതി പോകും. രാഹുലിന് സേഫായിട്ട് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം, അതിനൊരു അവസരം വരണം, കേസിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് ചിന്തിച്ചാൽ അത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്യാനായിട്ട് പോലീസിന് താല്പര്യമില്ലെങ്കിൽ അന്വേഷണത്തോട് സഹകരിക്കും, അദ്ദേഹം രംഗത്ത് വരും. അല്ലെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ ഡിസിഷൻ അറിഞ്ഞ ശേഷം മാത്രമേ രംഗത്ത് വരാനുള്ള സാധ്യതയുള്ളൂ. ഇനി ആരെങ്കിലും ഇതുപോലെ മുന്നോട്ട് വന്ന് കേസ് കൊടുക്കുമോ ഇല്ല എന്നുള്ളത് അതും ഒരു പ്രസക്തമായ ചോദ്യമാണ്. പക്ഷേ രാഹുലിന് ഈ കേസിനകത്ത് തീർച്ചയായിട്ടും ജാമ്യം ഹൈക്കോടതി കൊടുക്കും. അതേസമയത്ത് പോലീസിൻ്റെ മുമ്പിൽ പോകണം, അവർ ആവശ്യപ്പെട്ടാൽ ഹാജരാകണം, അത് അന്വേഷണത്തോട് സഹകരിക്കണം എന്ന് തന്നെയായിരിക്കും ഹൈക്കോടതി ഓർഡർ. ഇപ്പോൾ ഈ ആദ്യ കേസിൽ ഹൈക്കോടതി തൽക്കാലം അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് എങ്കിലും സ്ഥിര ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ടോ മാങ്കൂട്ടത്തിലിന്? എല്ലാ കേസിലും സ്ഥിര ജാമ്യത്തിൻ്റെ ആയിരിക്കില്ല ഹൈക്കോടതിയുടെ അടുത്ത ഡയറക്ഷൻ. എനിക്ക് തോന്നുന്നത് ഇത് മുഴുവൻ പരിശോധിച്ചിട്ട് പോലീസ് പറയുന്ന പോലെ അല്ല കാര്യങ്ങളെന്ന് ഹൈക്കോടതിക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസിൻ്റെ ആ ഡിമാൻഡിനോട് അംഗീകരിക്കാതെ ജാമ്യം കൊടുക്കുകയും അതോടൊപ്പം തന്നെ അന്വേഷണത്തോട് സഹകരിക്കുകയും ചെയ്യുന്നൊരു അങ്ങനെ ഒരു വെർഡിക്റ്റ് ആയിരിക്കും ഹൈക്കോടതിയിൽ നിന്ന് വരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്.